ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നുകം സ്വീകരിക്കുകയും പഠിക്കുകയും. ഹോശേയ 10:11 എഫ്രയീം മരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു. ഞാൻ അതിന്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വയ്ക്കും. ഞാൻ എഫ്രയീമിനെ നുകത്തിൽ പിണയ്ക്കും. യഹൂദ ഉഴുകയും യാക്കോബ് കട്ട ഉടയ്ക്കുകയും ചെയ്യേണ്ടി വരും. ഈ തിരുവചനത്തിൽ എഫ്രയീമിന്റെ കഴുത്തിൽ നുകത്തെ വയ്ക്കും എന്ന് പ്രവാചകൻ പറയുന്നു. തുടർന്ന് എഫ്രയീമിനെ നുകത്തിൽ പിണയ്ക്കും എന്ന് പറയുന്നു. യഹൂദ ഉഴന്ന സ്ഥാനത്തിലും യാക്കോബ് കട്ടയുടയ്ക്കുന്ന സ്ഥാനത്തിലും കാണപ്പെടുന്നു. ഈ എഫ്രയീം യോസേഫിന്റെ ഇളയ പുത്രനാണ്. മിസ്രയീമിൽ യോസേഫിനുണ്ടായത് 2 പുത്രന്മാർ, ഒന്ന് മനശ്ശെ, 2 എഫ്രയീം. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. ഇത് ഉൽപ്പത്തി പുസ്തകം 41:51-52 വചനങ്ങളിൽ നമുക്ക് കാണാം. യാക്കോബിന്റെ അവസാന കാലങ്ങളിൽ ഇസ്രയേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രയീമിന്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശെയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചുവെച്ചു അവരെ അനുഗ്രഹിച്ചതായി ഉൽപ്പത്തി പുസ്തകം 48:14 എഴുതപ്പെട്ടിട്ടുണ്ട്. യിരെമ്യാവ് 31:9 ഈ എഫ്രയീം എന്റെ ആദ്യജാതനല്ലോ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ എഫ്രയീമിന് എത്ര പുകഴ്ച ലഭിച്ചാലും യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി എന്ന് സങ്കീർത്തനം 78:9 കാണാം. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. എഫ്രയീമർ ആയുധം ധരിച്ചിരുന്നാലും യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയതിന്റെ കാരണം അവർക്ക് ബലം, അധികാരം ഇല്ലാത്തതുകൊണ്ടാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:13 സർവായുധ വർഗത്തെ ധരിക്കുന്നതിന് മുമ്പ് എഫേസ്യർ 6:10 അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അമിത ബലം ഇല്ലെങ്കിൽ സർവായുധ വർഗത്തെ നാം ധരിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ എന്ന് എഫേസ്യർ 6:12 പൗൽ പറയുന്നു. അതുകൊണ്ട് സർവായുധ വർഗത്തെ അവർ ധരിച്ചുകൊള്ളണം. പക്ഷെ അതിനു മുമ്പ് കർത്താവിന്റെ അമിത ബലം അവർക്ക് ആവശ്യമെന്ന് പറയുന്നു. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് എഫേസ്യർ 6:10 പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എഫേസ്യർ 3:16 അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും എന്ന് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ ഉണ്ടായ ബലത്തെക്കാട്ടിലും അതിലുപരിയായി അവന്റെ ആത്മാവിനാൽ നിങ്ങളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുകയും ചെയ്യുന്നു. ശിംശോനെ, നിന്റെ മഹാശക്തി ഏതിൽ നിന്ന് എന്ന് ദലീല ചോദിക്കുന്നു. ഇവിടെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളെ ജയിക്കാൻ കർത്താവിന്റെ അമിത ബലം നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും എന്ന് എഫേസ്യർ 1:19 പൗൽ എഴുതുന്നു. ഈ ബലത്തോടുകൂടെയാണ് നാം സർവായുധ വർഗത്തെ ധരിക്കേണ്ടത്. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം, ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ, ഇതെല്ലാം തന്നെ സർവായുധ വർഗങ്ങളാണ്. ഈ സർവായുധ വർഗങ്ങളും അമിത ബലവും ചേർന്നാൽ മാത്രമേ നമുക്ക് ജയം പ്രാപിക്കുവാൻ പറ്റുകയുള്ളൂ. എഫ്രയീമ്യർക്ക് ബലനില്ലാതെ സർവായുധ വർഗത്തെ ധരിച്ചതിനാലാണ് യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി തോൽവിയെ നേരിടേണ്ടി വന്നത്. 1 ദിനവൃത്താന്തം 5:1-2 വചനങ്ങളിൽ ഈ യോസേഫ്, എഫ്രയീം 2 പേരും ശ്രേഷ്ഠപുത്ര ഭാഗത്തിന് യോഗ്യതയുള്ളവരാണ്. ഇവർക്ക് ബലനില്ലാത്തതുകൊണ്ട് രാജ്യത്വത്തെ നഷ്ടമാക്കി. യഹൂദ ബലപ്പെട്ടതുകൊണ്ട് രാജ്യത്വത്തെ പ്രാപിച്ചു. ആയുധം ധരിച്ച് വില്ലാളികളായ എഫ്രയീമർ ബലമില്ലാത്ത സ്ഥാനത്തിൽ തോൽവിയെ നേരിട്ടതുപോലെ ഇവിടെ ശ്രേഷ്ഠപുത്ര ഭാഗത്തെ പ്രാപിച്ച് ബലമില്ലാത്ത സ്ഥാനത്തിൽ രാജ്യത്വത്തെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എഫ്രയീമിന് ബലമില്ല. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് കാലേബ് പറയുന്നു. യോശുവ 14:11 അതുകൊണ്ട് മലനാട്ടിലുള്ള കൊടൂരമായ ജാതികളെ ജയിക്കുന്നു, ഹെബ്രോനെ സ്വാതന്ത്ര്യക്കുന്നു. എന്റെ ബലനായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനം 18:1 പറഞ്ഞ ദാവീദ് രാജ്യത്വത്തെ പ്രാപിച്ചു.
യഹൂദാവിന് ബലനുണ്ട്, കാലേബിന് ബലനുണ്ട്, ദാവീദിന് ബലനുണ്ട്. ഇവരെല്ലാവരും സ്വാതന്ത്ര്യത്വതയും രാജ്യത്വത്വതയും പ്രാപിച്ചു. ശ്രേഷ്ഠപുത്രഭാഗമുള്ള ആയുധം ധരിച്ച എഫ്രൈമ്യർ തോൽവിയെ സന്ദർശിച്ചത് അവരുടെ കുറ്റമാണ്. ഇരമ്യാവ് 31:19-20 വചനങ്ങളിൽ, ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ച് നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു. എന്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രൈം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. എഫ്രൈം എന്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എഫ്രൈം തന്റെ അവസ്ഥയെ ഉണർന്ന് തന്നെ അടിച്ച് മനസ്താപപ്പെട്ട് സ്ഥാനത്തിലെ അവനെ ഞാൻ കരുണ കാണിക്കുമെന്ന് യഹോവ പറയുന്നു. ഈ കാരണത്തിനാൽ അവന്റെ കഴുത്തിലെ നുകത്തെ വെച്ച് ഉഴുകയും കട്ട ഉടയ്ക്കുകയും ചെയ്ത് ഇവനെ ശരിയാക്കുന്നതായി ഹോശിയ എഴുതുന്നുണ്ട്. എഫ്രൈം യെരോബെയാമിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ എന്ന പേരിൽ കെട്ടഴിഞ്ഞു പോയാലും തിരിച്ചവരെ ദൈവം ശരിയാക്കുന്നതായി ഹോശിയ 10:11 നമുക്ക് കാണാം. അവന്റെ കഴുത്തിൽ നുകം പിണയ്ക്കുന്നത് എന്നത് പഠിക്കേണ്ട വിഷയത്തെ കാട്ടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11:28-29 വചനങ്ങളിൽ, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് കർത്താവ് പറയുന്നു. നുകം എന്നത് അവിടെ ഇവിടെ തിരിയാൻ പറ്റാതെ നേർവരയിൽ നടക്കുന്നതിനെ കാട്ടും. പഠിക്കുന്നത് ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ, നമുക്കൊരു ക്രമം ആവശ്യമാണ്. എല്ലാവരും എല്ലാതും പഠിക്കാൻ പറ്റില്ല. സ്നേഹത്തിൽ സത്യത്തെ കൈക്കൊണ്ട് എന്ന് എഫേസ്യർ 4:15 എഴുതപ്പെട്ടിട്ടുണ്ട്. സ്നേഹം എന്നത് ഏറ്റുകൊള്ളുന്നതിനെയും കൈക്കൊള്ളുന്നതിനെയും കാട്ടുന്നു. ഇത് നുകം എന്ന ക്രമത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്റെ നുകം നിങ്ങൾ ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. അതിനു മുമ്പായി നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം എന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിനെ നീക്കിക്കൊള്ളുവിൻ എന്ന് എഴുതിയിരിക്കുന്നു. അതിനുശേഷമേ എന്റെ നുകം നിങ്ങൾക്ക് മൃദുവായും ലഘുവായും ഇരിക്കുകയുള്ളൂ. വിരോധി നമ്മുടെ മേൽ ഭാരങ്ങൾ, ദുഃഖങ്ങൾ എന്ന നുകത്തെ വെച്ചിരിക്കുന്നു. അത് നമ്മുടെ ദൈവം നീക്കുമ്പോൾ അവന്റെ നുകം നമുക്ക് മൃദുവായും ലഘുവായും ഇരിക്കും. നാം അവന്റെ അടുത്ത് പഠിക്കുന്നത് ശാന്തവും താഴ്മയുമാണ്. എഫ്രൈം ഈ സ്ഥാനത്തിൽ വരണമെങ്കിൽ അവൻ നുകത്തെ ഏറ്റുകൊണ്ട് ഉഴുവാനായി യഹൂദയുടെ അടുക്കൽ നിന്ന് പഠിക്കണം. യഹൂദ മനസ്താപമുള്ള ഹൃദയമുള്ളവൻ. ഉൽപ്പത്തി പുസ്തകം 44:16 മുതൽ, യോസേഫിന്റെ കഠിന ഹൃദയത്തെ ഉടച്ച് അവനെ ഉച്ചത്തിൽ കരയുമാറാക്കിയവൻ. എല്ലാവരിനെയും ഒന്നാക്കാൻ പറ്റിയ സ്ഥാനത്തിലായിരുന്നു അവന്റെ പ്രവൃത്തികൾ. ഉൽപ്പത്തി പുസ്തകം 49:8 യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തുമെന്ന് അപ്പനായ യാക്കോബ് പറയുന്നു. യാക്കോബ് കട്ട ഉടയ്ക്കുമെന്നത് എല്ലാവരെയും നിരപ്പാക്കുകയും ഒന്നാക്കുന്നതിനെയും കാട്ടുന്നു. യാക്കോബിന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും നിരപ്പ് പ്രാപിക്കണം. ഇതിൽ പ്രാധാന്യം പ്രാപിച്ചവർ എഫ്രൈം, യോസേഫ്. 2 കൊരിന്ത്യർ 5:18-19 വചനങ്ങളിൽ നിരപ്പിച്ചും നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നാം നിരപ്പ് പ്രാപിച്ച് ഒന്നാക്കപ്പെടണം എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇതിനെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:19 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ പൗൽ എഴുതുന്നു. നാം നിരപ്പ് പ്രാപിക്കാം, ഒന്നാക്കപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.